ആവശ്യമില്ല. വേർത്തായിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല. ദൈവം മനുഷ്യനോട് പറഞ്ഞു, മുഖത്തെ വേർപ്പോടെ നീ എന്ത് കഴിക്കണം? നിയമം ലംഘിച്ചു, ശിക്ഷ കിട്ടി. അങ്ങനെ ദൈവം മനുഷ്യന് കൽപ്പനകൾ കൊടുത്തു. പക്ഷെ മനുഷ്യൻ കൽപ്പന ലംഘിച്ചപ്പോൾ അവന് കിട്ടിയ ശിക്ഷ നിത്യശിക്ഷാവധിയാണ്. ലോകത്തിൻ്റെ ശിക്ഷ മരണം കൊണ്ട് തീരും. ഒരു മനുഷ്യനെ ശിക്ഷിച്ചു, അവനെ ജയിലിലാക്കി. ജയിലിൽ 40 വർഷം കഠിന തടവ്. എൻ്റെ പൊന്നച്ച 10ാം വർഷം അറ്റായിക്ക് ചത്തുപോയി, തട്ടിപ്പോയി ആള്. അടുത്ത 30 വർഷം മൊബൈൽ മോർച്ചറിയിൽ സൂക്ഷിക്കുമോ, ബോഡി അടക്കുമോ? മൊബൈൽ മോർച്ചറിയിൽ കാലം തികയാൻ വേണ്ടി ബോഡി സൂക്ഷിക്കുമോ, ബോഡി അടക്കുമോ? ബോഡി അടക്കും. ചത്ത് കഴിഞ്ഞു, എന്തോ പോയി, ശിക്ഷ തീർന്നു. പക്ഷേ എന്നെ കേൾക്കുന്ന നാട്ടാരെ, വീട്ടാരെ കേട്ടോ, ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധി അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. അപ്പോൾ ദൈവ ന്യായവിധിയുടെ പ്രശ്നം മരിച്ചാലും തീരത്തില്ല. മരിച്ചവർ ആപാലബദ്ധം എവിടെ നിൽക്കേണ്ടി വരും? ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. പ്രകൃതി, വീട്, ഉത്തരം എല്ലാം നമുക്കെതിരെയുള്ള തെളിവുകൾ നിരത്തും. അപ്പം പ്രശ്നമായി. ശിക്ഷ കൊണ്ടും തീരാത്ത നിയമം വന്നു. നിയമം കിട്ടിയത് രക്ഷിക്കാനാണ്. പക്ഷേ രക്ഷാകാരണമായ നിയമം എന്തിന് കാരണമായി? ശിക്ഷാ കാരണമായി. ശരിയല്ലേ? നന്നായി ജീവിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഒക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന പിള്ളേർ പലരും തീരുമാനിച്ചു ഇനി അടുത്ത വർഷം 10ലോട്ട് കയറുക. 10ലും 12ലും ഒക്കെ കയറുന്ന എഴുതിയവരല്ല, കയറിയവരൊന്ന് കൈവക്കാവും. ഇനി 10th വല്ലതും കയറുന്നവരുണ്ട്? 10th കയറുന്നവർ ആരുമില്ല ഇവിടെ. അതും ഒരു സങ്കടമാണ്. 10th കയറിയ മക്കൾ ആരെങ്കിലും ഇവിടെ ഒരാൾ 11th കയറുന്ന മക്കളൊന്ന് കൈവക്കാവും. 1 12th കയറുന്ന മക്കള് വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ആമേൻ. വാഴ്ത്തിടുന്നു യേശുക്രിസ്തു ആരായി ജനിച്ചു? മനുഷ്യനായി ജനിച്ചു. എല്ലാവരും പറഞ്ഞു യേശുക്രിസ്തു ആരായി? മനുഷ്യനായി. നമ്മൾ പാടിയ പാട്ടിൽ മനുഷ്യവേഷം എടുത്തവൻ എന്നാണ്. സത്യത്തിൽ മനുഷ്യവേഷമല്ല. ആരായി മാറി? മനുഷ്യനായി മാറി. അതാണ് യേശു കർത്താവിൻ്റെ ജഡാവതാരത്തിൻ്റെ ഏറ്റവും വലിയ നിഗൂഢ രഹസ്യം. 100% മനുഷ്യനായിരുന്നു, 100% ആരായിരുന്നു? ദൈവമായി. അത് ജഡാവതാരത്തിൻ്റെ യേശു കർത്താവിൻ്റെ ജഡാവതാരത്തിൻ്റെ ഏറ്റവും വലിയ നിഗൂഢമായ രഹസ്യം. ദൈവം ഒരേ സമയം മനുഷ്യനായിരുന്നു, ഒരേ സമയം ആരായിരുന്നു? ദൈവമായി. ലാസറിനെ ഉയർപ്പിച്ചത് ദൈവികതയിൽ. ഹല്ലേലൂയ. എന്നാൽ വള്ളത്തിൽ ഉറങ്ങിയത് ഏതിലാണ്? അമരത്ത് തലവെച്ച് ഉറങ്ങിയത് മനുഷ്യരിലോ ദൈവത്വത്തിലോ? മനുഷ്യത്വത്തിലാണ്. യേശുക്രിസ്തുവിന് വിശന്നു. മനുഷ്യത്വത്തിലോ ദൈവത്വത്തിലോ? മനുഷ്യത്വത്തിലാണ്. അപ്പോൾ യേശു 5 അപ്പം കൊണ്ട് 5000-ത്തെ പോഷിപ്പിച്ചു. കാര്യമാണ് എന്നെ പ്രിവെന്റ് ചെയ്തത്. ആത്മഹത്യ ചെയ്താൽ സ്വയം ജീവൻ തരുന്ന ജീവിതത്തിന് നമുക്ക് ജീവൻ കൊടുക്കാൻ ഒക്കാത്തതുകൊണ്ട് ജീവൻ എടുക്കാനും എന്തില്ല? അവകാശമില്ല. സത്യമല്ലേ? ജീവൻ എടുക്കാൻ അവകാശമുണ്ടോ? ഇല്ല. ജീവൻ എടുക്കാൻ അവകാശമില്ല. പിന്നെ ഞങ്ങളുടെ പല അമ്മമാരും ആത്മഹത്യ ചെയ്യാൻ ഒറ്റ കാര്യം കൊണ്ടാണ് പിള്ളേരെ ഓർത്തിട്ടില്ലായിരുന്നെങ്കിലും എന്തെല്ലാം ചെയ്തല്ലേ. അപ്പം ആത്മഹത്യ ചെയ്തവരോട് നമുക്ക് ഒരു കാരുണ്യമൊക്കെ ചിന്തിക്കണം. അവർ 1 നിമിഷത്തെ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലാണ് ആത്മഹത്യ ചെയ്തത്. സത്യത്തിൽ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡാണ് ആത്മഹത്യ. ആ സമയത്ത് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ എന്ത് ചെയ്യത്തില്ല? ആത്മഹത്യയില്ല. ഞാനൊരു ദിവസം ആത്മഹത്യയെക്കുറിച്ച് പഠിക്കുക. പൗരുഷനെ പ്രസംഗിക്കാൻ വേണ്ടിയാണ്. കുറേ പേര് ആത്മഹത്യ പ്രവണത. അപ്പം ആത്മഹത്യ, സൂയിസൈഡിൻ്റെ കാരണങ്ങൾ, എങ്ങനെ മോചനം പ്രാപിക്കാം, ഇതിനുവേണ്ടി പഠിക്കുക. കുറേ വായിച്ചു, കുറേ മനഃശാസ്ത്രജ്ഞരോട് സംസാരിച്ചു. അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി ഞാൻ കുറേ പുസ്തകങ്ങളുമായിട്ട് ഇരിക്കുക. എൻ്റെ ഒരു സഹോദരൻ കയറി വന്നു. സഹോദരൻ, എന്താ പുതിയ വിഷയം? ഞാൻ പറഞ്ഞ ആത്മഹത്യ. അപ്പോൾ അദ്ദേഹം രസകരമായൊരു കാര്യം പറഞ്ഞു കേട്ടോ. നടന്ന കാര്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തന്നെ ചാകണം തോന്നി. അവൻ്റെ കയറും എടുത്തുകൊണ്ട് ഒരു വനത്തിൽ ചാകാൻ പോയി. ഈ ചാകാൻ പോയി വെപ്രാളം കയറി വനത്തിനകത്തൊരു പറങ്കി അവൻ കണ്ടുവെച്ച് അവത്തെ തൂങ്ങിച്ചാകാൻ പോയതാണ്. പക്ഷേ ഈ വെപ്രാളപ്പെട്ട് പോയപ്പോൾ വയറ്റിൽ നിന്ന് പോകണമെന്ന് ഭയങ്കര ആശങ്ക. ഇവരെന്ത് ചെയ്തു? ഒരു പാറ കയറിയിരുന്ന ഈ വെപ്രാളത്തിൽ പോകത്തില്ലേ, അവൻ ആഘോഷമായിട്ട് വയറ്റിൽ പോയി. നല്ലപോലെ പോയി.
ആഘോഷമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അവനൊരു ചിന്ത, ഈ കൊലത്തിൽ പോയി കെട്ടിയാന്ന ഈ ശവം അടിക്കാൻ വരുന്നവർക്ക് നാറത്തില്ല, അത് നല്ല, അവൻ ചത്താനും മാറി നാറ്റിക്കരുതെന്ന ചിന്തയോല അവൻ അവിടുന്ന് ഇറങ്ങി കയറുമായിട്ട് വന്ന് താഴെ ഒരു അരുവിയുണ്ട്, ഈ തോടിനടക്കി, എനിക്കറിയാവുന്ന അരുവിയ, അവിടെ വന്ന് നല്ലപോലെ മുങ്ങി കുളിച്ച് കയറി വന്നപ്പോൾ ഇവൻ ചാകുന്ന കാര്യം മറന്നുപോയി. ഇവൻ ഈ കയറുമായിട്ട് പോയപ്പോഴാണ് അടുത്തൊരു കടക്കാരൻ ചോദിച്ചു എവിടെ പോയത്, അപ്പോഴാണ് ഇതിന് ഓർക്കുന്നത് ചാകാൻ പോയത്. ഏതായാലും ആ നല്ലവനായ കടക്കാരൻ ആ കയറ് മേടിച്ച് പഴക്കൊല കെട്ടി തൂക്കി. ഇപ്പോഴും ആ കയറിൽ പഴക്കൊല തൂങ്ങുന്നുണ്ട്. എന്താ കാര്യം? അവന് വൈകിട്ട് പോകണം തോന്നിയതാണ്. സത്യം പറഞ്ഞ് ചാകാൻ തോന്നുമ്പോൾ അങ്ങനെങ്കിലും പോയാൽ ചാകത്തില്ല. ഒരു വിളിയോ ഒരു ഫോൺ കോളോ ഒക്കെ വന്നാൽ മതി, മരിക്കത്തില്ല. പക്ഷേ സ്പിറ്റ് ഓഫ് സെക്കൻഡ് എടുക്കുന്ന ഒരു തീരുമാനമാണ് മരണമെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ആത്മഹത്യ ചെയ്തത് പലരും ആരാ? പാവങ്ങളാ. സ്പിറ്റ് ഓഫ് സെക്കൻഡ് എടുക്കുന്ന ഒരു തീരുമാനം, ഒരു സമാധാനത്തിൻ്റെ ഒരു ചെറിയ വാക്ക് ആരെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്യത്തില്ല, ആത്മഹത്യ ചെയ്യത്തില്ല. സത്യമല്ലേ? അപ്പോൾ മനുഷ്യൻ്റെ സമാധാനം പോകുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ക്രിസ്തു യേശു എന്തു തരും? സമാധാനം. വാതിൽ അടച്ചിരിക്കെ യേശുദാനും അവിടെ നടുവിൽ നിന്നുകൊണ്ട് എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് സമാധാനം. എല്ലാവരും പറഞ്ഞേ, നിങ്ങൾക്ക് എന്തെന്ന് പറഞ്ഞു? സമാധാനം എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തു സമാധാനം, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെ അല്ല. അതുകൊണ്ട് തന്നെ അത് ലോകത്തിന് എടുക്കാൻ കഴിയത്തില്ല. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും വിചാരങ്ങളെയും നിലവുകളെയും എല്ലാം ക്രിസ്തു യേശു കാക്കപ്പെടുമാറാകട്ടെ എന്ന് തിരുവചനം പറയുന്നു. ഇല്ല, കൊച്ചിനെ വളർത്തി വന്നു, കൊച്ചിനെ പഠിപ്പിച്ചു, BSc നേഴ്സിംഗ് ആയി പാസ്സായി ഇറങ്ങി. അച്ഛന് പ്രതീക്ഷയുണ്ട്, ഇളയതിപ്പം +2 ചെയ്യുന്നേ ഉള്ളൂ. അവളും നേഴ്സിങ്ങിന് കയറുമ്പോഴത്തേന് ഇതൊക്കെ എന്തോ കിട്ടും, ജോലി കിട്ടും, അപ്പോൾ ചെറിയൊരു സഹായമാകും. 3 പെൺപിള്ളേർ അച്ഛന്. പക്ഷെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നല്ലൊരു കല്യാണം വന്നു. കല്യാണം ആലോചിച്ചപ്പോഴാണ് അവൾ പറയുക, എനിക്കെന്തോ വേണ്ട, കല്യാണം വേണ്ട, എനിക്കെന്തോ വേണ്ട, കല്യാണം വേണ്ട. അതിനാ കാര്യം ഇപ്പം കിട്ടുന്നില്ല, അച്ചായനെ കുറച്ച് സഹായിക്കണം. അച്ചായൻ പറഞ്ഞ് എന്നെ ആരും സഹായിക്കണം, ഞാൻ ജീവിതത്തിൽ എന്നും ഒറ്റയായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്, ഇനിയും കഷ്ടപ്പെട്ട് ജീവിച്ചോണം, കൊച്ചിനെ കെട്ടിച്ച് വിടണം. കല്യാണമല്ലാണ് മുറുകിയപ്പോഴാണ് അവൾ അമ്മയോട് പറയുന്നത് പ്രേമമാണ്. ആരോടാണ് ചോദിച്ചപ്പോഴാണ് പേടിച്ചു പോയി. ഞാൻ പറയുന്നില്ല, ഒരു തരത്തിലും അവക്കുമായിട്ട് ഒക്കാത്ത ഒരു മനുഷ്യനായിട്ട് പ്രേമമാണ്. എന്തോ ചെയ്യും പറ, എന്തോ ചെയ്യും? എന്തോ ചെയ്യാനാ? പണ്ട് ഞങ്ങളുടെ നാന്നിയിലുള്ള അമ്മമാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. അച്ചായി വെട്ടിക്കൊല്ലി ഒന്നേലുണ്ട്, ഇല്ലില്ല, വാക്കത്തിയെടുത്ത് കീറിക്കളയും, കൊല്ലുപടി കൊല്ലാൻ നോക്കത്തില്ല. അച്ഛൻ വാക്കത്തിയെടുക്കും, ഇടയ്ക്കാരും കയറും. മനുഷ്യ നിങ്ങൾ എന്തോന്ന് കണ്ടോണ്ടാക്കിക്കുന്നത്? നിങ്ങളൊന്നും ചത്തിരിക്കുക, നിങ്ങളുടെ നാട്ടക്ക് മനുഷ്യ അട്ടക്ക്, നിങ്ങളുടെ നാട്ടക്ക് നിങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞ് ആരും കയറും? അമ്മ കയറും. അമ്മ ഇവിടെ മുറിക്കകത്തോട്ട് കയറ്റിയിട്ട്, ഇവിടുത്തെ മലമ്പൂരുകാരും എനിക്ക് അറിയില്ല, എന്നാലും അവിടെ കുടിയേറ്റക്കാരുണ്ടല്ലോ, ഞങ്ങളുടെ അമ്മമാർ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. കഥ അടച്ച് കെട്ടി അവനെ കെട്ടണം. എടി നിനക്ക് അവനെ കെട്ടണം, നീ അവനെ കേട്ടു, നിനക്ക് അവനെ കെട്ടിയാൽ മതി, എന്നാ കെട്ടടി. കണ്ടിട്ടുണ്ടോ? ഇടി 3 ഇടി കണ്ടിട്ടുണ്ടോ? ഇടി കണ്ടിട്ടുണ്ടോ? കണ്ടോ? എല്ലാവരും തല പിടിക്കുന്നു. ഇടി കണ്ടിട്ടുണ്ടോ? ആമ്മ കൊല്ലടി, എല്ലാം കൊന്നിട്ട് കെട്ടടി. 5-6 ഇടി ഇടിച്ചപ്പോൾ ഞങ്ങളുടെ പഴയ പിള്ളേരാണ് പറയും, എനിക്കെന്തോ വേണ്ട, കെട്ടണ്ട. പക്ഷെ മേടി കെട്ടത്തില്ല. അമ്മയ്ക്കറിയാമല്ലോ 2 വർഷം കഴിയുമ്പോൾ ഇവിടെ കെട്ടിക്കാൻ. ഇടിച്ചപ്പം അവളെ കെട്ട് മാറി. പക്ഷെ ഇന്നിന്റെ പെണ്ണിനെ ഇടിച്ചാൽ അമ്മയുടെ നെഞ്ചുടയെന്നല്ലാതെ ഒരു കാര്യമില്ല, അവൾ അനങ്ങത്തില്ല. അപ്പോഴാണ് സിനിമാ തിയേറ്ററിൽ നിന്ന് ഒരു പാട്ട് വന്നിട്ട്, പൊന്നച്ചാൽ നെഞ്ചിലാകെ കല്ലാണ്. ആരുടെയാ? ഇതിന്റെ. അപ്പോഴാണ് ഉപദേശിയോട് പറയുന്നു, കൂടോത്രം ആഭിചാര ബന്ധനം, ഉദരബന്ധന. പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി വെള്ളം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പെണ്ണന്റെ ചെവി പറഞ്ഞു, ഒരു കുട്ടകം വെള്ളം അമ്മ കുടിപ്പിച്ച് ഭാഷ, ഇത് പോകുന്ന കൂടോത്രമല്ല. ഒത്തിരി പേര് ഉപദേശന്മാർ എനിക്ക് പ്രാർത്ഥിച്ച് വെള്ളം തന്നു, ഇത് പോകുന്ന കൂടോത്രമല്ല. എന്തൊരു വീടിൻ്റെ, ഞാനിത് ചിരിച്ചോണ്ട് അത് പറഞ്ഞെങ്കിലും സങ്കടമല്ലേ? എന്തോ പോവും, സമാധാനം പോവും. പോത്തില്ലേ സമാധാനം പോവും. കൊച്ചുങ്ങൾ സമാധാനം കളയും, പാപം സമാധാനം കളയും, മദ്യപാനം എന്ത് കളയും? സമാധാനം നൽകും, കളയും. മയക്കുമരുന്ന് സമാധാനം കളയും, അധാർമികമായ ലൈംഗിക ജീവിതങ്ങളും ബന്ധങ്ങളും കുരുക്കുകളും സമാധാനം കളയും. പക്ഷെ വിശുദ്ധ വചനത്തിൽ പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പായിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടും. ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ച്, ക്രിസ്തു പാപികൾ ഇതിനോട് ഭയങ്കര ഇഷ്ടമുള്ള മക്കളാണ്. ഈ മക്കൾ ഞങ്ങൾ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് അവരിൽ ഒരാളെ പെട്ടെന്നുണ്ടായൊരു പ്രകോപനത്തിൽ ഒരാൾ അടിച്ചു, ഒറ്റ അടി കൊടുത്തു. അടിച്ചപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, പുലിയാണവൾ, അവൾ ഇറങ്ങി വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞത് ഞാൻ പിറച്ചുപോയി. അവൾ ആ അടിച്ച അവളോട് പറഞ്ഞു, ഈ അടി 2 വർഷം മുമ്പായിരുന്നെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ ഇന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങത്തില്ല. 2 വർഷം മുമ്പാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല. ഞങ്ങളെ തല്ലിയിട്ട് ഒറ്റ ഒരുത്തരും വീട്ടിൽ കിടന്നുറങ്ങത്തില്ല.
ഉറങ്ങത്തില്ല 100% ഉറപ്പാ. പക്ഷെ ഇന്ന് സമാധാനമായിട്ട് പോക്കൂ, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. കാരണം യേശു ഞങ്ങളോട് ക്ഷമിച്ചത് കൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ക്രിസ്തു യേശു ആരാണ്? അവൻ നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്ന സുവിശേഷം, മദ്യപാനികളെ ഹല്ലേലൂയ നല്ലവരാക്കി മാറ്റുന്ന സുവിശേഷം, ഹല്ലേലൂയ സമൂഹത്തിന് കൊള്ളാത്തവരെ. അമ്മ പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു മോനില്ലെന്ന്, അപ്പം പറഞ്ഞു ഈ മോൻ എൻ്റേതല്ലെന്ന്, എനിക്കങ്ങനെ മകനില്ലെന്ന്. ഭാര്യ പറഞ്ഞു അയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ പിന്നാണ് എൻ്റെ ജീവിതം തകർന്നതെന്ന്. കുഞ്ഞുങ്ങൾ പറഞ്ഞു ഈ അപ്പൻ മുഖാന്തരം ഞങ്ങൾ നാണം കെട്ടുന്നത്. ഇന്ന് അവർക്ക് ജീവിച്ചിട്ടും കൊതി തീരുന്നില്ല. അപ്പൻ നല്ലതായി, മകൻ നല്ലതായി, ഭർത്താവ് നല്ലതായി. ഇന്ന് അവർ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവരോട് ചോദിച്ചാൽ അവർ പറയും യേശു വന്നപ്പോൾ ഞങ്ങൾക്ക് വിടുതലുണ്ടായി. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാൻ നിമിക്കൊണ്ട് അവനെ യേശു കരമടിച്ച് ശ്രദ്ധിച്ച് പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവേശത്തോടെ വിളിച്ചു പറയും യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയോ ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാകുന്നു. ഹല്ലേലൂയ ജീവിതം മാറ്റിയല്ലോ. യേശു ക്രിസ്തു. ആ പാപത്തിന് എത്ര വർഷം പഴക്കമുണ്ടെങ്കിലും പഴക്ക ദുശീലങ്ങളുടെ ബന്ധനങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് അഴിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. യേശു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതെങ്കിലും രഹസ്യ പാപ ബന്ധനങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണോ? പുറത്തു വരാൻ ആഗ്രഹിച്ചിട്ട് വരാതിരിക്കുകയാണോ? ഇന്ന് ആ മേഖലയെ യേശു കർത്താവിന്റെ കരത്തിലേക്ക് കൊടുത്താൽ ഹല്ലേലൂയ സ്വാതന്ത്ര്യം വരുത്തുന്ന ഒരു യേശുവുണ്ട്. എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തും? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തും. ചെറുക്കനായിരുന്നു എൻ്റെ അപ്പയോട് പറയും വീടി കത്തിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ഞാൻ അങ്ങ് അടുക്കളയെല്ലാം ദൂരെയാണ്, അകത്തൂടെ പോയി കത്തിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് കെട്ടുപോകുമ്പോൾ അല്പം അടിച്ചിട്ടിരിക്കുന്ന അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും. അങ്ങനെ കൊച്ചു കുഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പം അടി കിട്ടാതിരിക്കാൻ പഠിച്ചൊരു കാര്യമാണ് ഇടയ്ക്കൊന്ന് വലിച്ചാൽ ഇത് കെട്ടത്തില്ല. എപ്പോഴാണ് വലിച്ചെന്ന് ചോദിച്ചാൽ അടി കിട്ടാതിരിക്കാൻ വലിച്ചു തുടങ്ങിയതാ. പിന്നെ ചെയിൻ സ്മോക്കറായി. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ അപ്പം വഴി നിർത്തി, ഒറ്റ ദിവസം കൊണ്ട് കുടി നിർത്തി. എങ്ങനെ നിർത്തിയെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു വന്നാൽ ഏത് വർഷം പഴക്കം ഉണ്ടെങ്കിലും അതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. ഞങ്ങൾ അഭിമാനത്തോടെ പറയും ഞങ്ങളുടെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മദ്യപാനികളെ പിടിപ്പിക്കുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പാപികളെ രക്ഷിക്കുന്നതാണ്. കരങ്ങൾ ഉയർത്തി 4 ദിക്കിലേക്ക് കൈനീട്ടി എന്ന് പ്രാർത്ഥിച്ച് ഈ ദേശത്തുള്ള മദ്യപാനികൾ രക്ഷിക്കപ്പെട്ടു.
യേശുക്രിസ്തു മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. അവന്റെ പാപത്തിൽ ഇടപെടും കർത്താവ്. 2, യേശുക്രിസ്തു മനുഷ്യന്റെ രോഗത്തിൽ ഇടപെടും. ഹല്ലേലൂയ. 3, മനുഷ്യൻ കഴിക്കാൻ സമയമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടന്നിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ട്, എന്നാലും നല്ലപോലെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട് കൊച്ചുനാളിൽ. ചെറിയൊരു സഭയാണ്, ഇന്നാണത് വലുതായത്. അങ്ങനെ 10ാം ക്ലാസ് പാസ്സായപ്പോൾ ഒരു കോളേജിൽ പോവല്ലേ. അപ്പോൾ എൻ്റെ വളരെ കാശുള്ള എന്നോട് എപ്പോഴും പറയുന്ന ഒരു ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റി ഞാൻ കോളേജിൽ പോകാൻ എനിക്കൊരു ഷർട്ട്, ഞാനൊന്ന് മുണ്ടാ കൊടുക്കുന്നു, ഷർട്ടും പാൻറ്റും തന്നെന്ന് പറഞ്ഞു. എൻ്റെ ആൻറ്റി എന്നോട് തിരിച്ചു പറഞ്ഞു, ആ ആൻറ്റി മോനെ നീ ചിന്തിക്കുന്ന പോലെ എൻ്റെ കയ്യിൽ പൈസ ഉലുത്തു വന്നു അല്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാർക്ക് ഉലുത്തു അല്ലെന്ന് പറഞ്ഞാൽ അറിയാമോ? അന്ന് കയ്യിൽ കുലുക്ക് വരുന്നാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഉലുത്തു വരെന്ന് പറഞ്ഞു. ചാമ്പയ്ക്ക കുലുക്കത്തില്ല, ഉലുത്തു വരെന്ന് പറഞ്ഞു. എനിക്കൊന്ന് സങ്കടമായിപ്പോയി. അന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഒറ്റ മനുഷ്യനോട് ഒരു കാര്യം എന്ത് ചെയ്തേക്കരുത്, ചോദിക്കരുത്. ഭയങ്കര സങ്കടമായി. അതൊരു മുറിവായിരുന്നു. എന്നാലും പഠിച്ചു, പിന്നെ അവിടെ എല്ലാം പോയി, പിന്നെ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ ഞങ്ങൾ സെമിനാരിൽ പഠിച്ചു, പിന്നെ പാസ്സായി വിവാഹം കഴിച്ചു. എന്നാൽ ഈ മനുഷ്യൻ്റെ അകത്ത് കിടക്കുന്ന അൺഹീൽഡ് വൂൺസ് ഉണ്ട്. അതിനെ അൺഹീൽഡ് വൂൺസ് എന്നാണ് പറയുക. അബോധ മനസ്സിൽ കിടക്കും കരിയപ്പെടാത്ത മുറിവുകൾ. അത് നമ്മളെ സ്വാധീനിക്കും. അൺഹീൽഡ് വൂൺസ്, കരിയപ്പെടാത്ത മുറിവുകൾ. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് എളിവനായ ദാസൻ വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആദ്യം പോയത് ഖത്തറിലാണ്. ഖത്തറിൽ ഞാൻ ദുബായ് വന്നു. ദുബായിൽ ഞാൻ കുവൈറ്റിൽ പോകാം. അന്ന് 5-6 മാസമൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഹോളിൽ പണി നടക്കുക. ആ പോകുന്ന സമയത്ത് ഞാൻ ദുബായ് വന്നപ്പോൾ എനിക്ക് ഖത്തറിൽ വന്നപ്പോൾ കുറേ ഷർട്ടൊക്കെ കിട്ടി. അതെല്ലാം വേണ്ടി ഞാൻ ദുബായ് വന്ന് എൻ്റെ ഒരു കസിൻ്റെ കൂടെ താമസിക്കാൻ. എൻ്റെ കസിൻ്റെ പേര് മനോജ് എന്നാണ്. അപ്പോൾ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ പോയി. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ്. അദ്ദേഹം കുറേ ഷർട്ട് ഇരിക്കാമെന്ന്, റെഡിമെയ്ഡ് ഷർട്ടുകൾ, അവിടുത്തെ ഈ ടെക്സ്റ്റൈലിൻ്റെ പരിപാടി. പിന്നെ കുറേ പേര് എനിക്ക് അല്ലാതെ ഗിഫ്റ്റ് തന്നു. ഇതെല്ലാം കൂടെ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ കൊണ്ടിട്ടു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇതെല്ലാം എന്തോ ചെയ്യും? അവൻ പറഞ്ഞു, സാരമില്ല, അവിടെ പോകുമ്പോൾ നീ എൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട്, നമുക്ക് കൊടുക്കണ്ടേ, ഒരു കാര്യം ചെയ്യും, ചെല്ലുമ്പോൾ എന്തായാലും കൊടുത്തിട്ട് മോശമില്ല, നീ ഇതെല്ലാം കൊണ്ടുപോകും, അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് മേടിക്കണം, ഞാൻ എല്ലാം അയച്ചേക്കാം. അവൻ കാട്ടം കൊണ്ടുവന്നു. ഇഷ്ടം പോലെ കാട്ടം നിരത്തി വെച്ച് സുഹൃത്തുക്കളെല്ലാം കൂടി ഇരുന്ന് ഷർട്ടും പാൻറ്റും അടുക്കി നാട്ടിലോട്ട് അയക്കാൻ വേണ്ടി കെട്ടി വെക്കുക. അന്നേരം തമ്പുരാൻ, ഞാൻ അപൂർവമായി ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. വളരെ റയറായിട്ട് ദൈവം എന്നോട് നേരിട്ടൊരു ചോദ്യം ചോദിച്ചു. നിനക്ക് ഓർമ്മയുണ്ടോ? ആൻറ്റിയോട് ചോദിച്ചു, ഒരു പാൻറ്റ് ഉളുത്തു എന്ന് പറഞ്ഞു. തമ്പുരാൻ ഉടുത്തിപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പോലും വയ്യ. എനിക്ക് കൊണ്ടുപോയി. എനിക്കൊരു കർത്താവിനെ അറിയാം, ദാരിദ്ര്യം മാറ്റുന്ന ഒരു കർത്താവിനെ, എനിക്കൊരു കർത്താവിനെ അറിയാം, എൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു യേശു. ഈ രാത്രി യേശു വന്നിട്ടുണ്ട്, ഇന്ന് ഞാൻ ഇടപെടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇനി മനുഷ്യൻ്റെ സമാധാനം കളയും. മക്കളില്ലെങ്കിൽ സമാധാനം കളണ്ടേ? ആണോ? മക്കളുണ്ടല്ലോ, അത് സമാധാനക്കേടാ. സമ്മതിച്ചേ, മക്കളുള്ളവർ പറയും മക്കളുണ്ടെങ്കിലും സമാധാനക്കേടാ, മക്കൾ ഇല്ലെങ്കിലും സമാധാനക്കേടാ. എന്നാലും മക്കൾ വേണ്ടേ? മക്കൾ വേണം. അങ്ങനെ ഒരു കുഞ്ഞ്, ആ മോൾക്ക് 12 വയസ്സുള്ളായിരുന്നു. 12 വയസ്സുള്ള കൊച്ചു മരിച്ചു. അതുകൊണ്ട് ഞാൻ ഈ 12 കാര്യം എഴുതി ചോദിച്ചു. 12 വരെ വലിയ പ്രശ്നമൊന്നുമില്ല, ഇതുപോലൊക്കെ ഇരുന്നോളൂ. 12 കഴിയുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇതെവിടെ കയറുമെന്ന് അറിയാമോ? ചവിട്ടി കുലുക്കി പിണങ്ങിപ്പോയി കമന്ന് കിടപ്പുണ്ട്. എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞു, എനിക്ക് കഴിക്കാൻ പാടില്ല, ഇതൊരു പിശാചാണെന്ന് ഞാൻ പറയാൻ കാര്യമാണ് കേട്ടോ. സത്യത്തിൽ ഇതൊരു പിശാചാണ്. എന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇതൊരു അനുഭവമാണ്. ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാതിരിക്കുക, ഞാനും ഉണ്ട്, എൻ്റെ കൂടെ 2 ദൈവദാസന്മാരുണ്ട്. ഏതായാലും ഞങ്ങളിതൊന്നും അറിയുന്നില്ല. ഈ എൻ്റെ കൂടെ ഇരുന്നൊരു ദൈവദാസൻ, ഞാൻ മുമ്പ് പറഞ്ഞൊരു ദൈവദാസന്മാരെ അവിടെ പ്രാർത്ഥിച്ച് ഉറഞ്ഞ് 5 ഭാഷയൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ നമ്മൾ വ്യാഖ്യാനിച്ചു. ഇങ്ങനെ വ്യാഖ്യാനിച്ച് പെൺകൊച്ചിനെ പിണക്കി ചവിട്ടി കുലുക്കി സ്റ്റെപ്പ് ഏറ്റിപ്പിച്ച് മേളത്തെ മുറി കൊണ്ടുപോയി കഥ കടപ്പിച്ച് കട്ടിലെ കമത്തിയിട്ട് പട്ടിണിക്കിട്ട് പിണക്കിയിട്ടിരിക്കുന്ന ദുട്ട പിശാചി വിട്ടു പോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ വീടിരിക്കുന്ന കിടന്ന കൊച്ചു വന്ന് യോത്തിപ്പിക്കുന്നു. അപ്പോഴാണ് അമ്മ പറയുന്നത്, ചവിട്ടി കുലിക്ക് വീട്ടിൽ പോയി കിടക്കുക, ഉച്ചയാക്കും തൊട്ട്, പക്ഷെ താണ്ട് വന്ന് കിടക്കും. അങ്ങനെയാണ് പിടികിട്ടി. ഇതെല്ലാം പിശാച. ആര്? നീയല്ല, നിന്നെ കൊണ്ടുവന്നൊരു സാധനമാണ്. അങ്ങനെ ഒരു കൊച്ചൊക്കെ പോയി 12 വയസ്സ് കഴിയുമ്പോഴല്ലേ പ്രശ്നം തുടങ്ങുന്നത്. അതുവരെ പാകമല്ലേ. 12 വഴിയിട്ട് ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വിളിക്കും, അങ്ങോട്ട് പോകും, താമസിക്കും, പ്രശ്നമാണ്. പിന്നെ ഇപ്പോഴാണ് കൂടി നടക്കത്തില്ല. ആരെയാണ് വിളിക്കുന്നത്? ആരെയും നീ വിളിക്കുന്നതെന്ന് പറ. അത് ഞാൻ വിളിക്കും, അതിപ്പോൾ എന്താ ഞാൻ വിളിക്കും, എന്നെ ശാസ്ത്രീയ ഞാൻ വിളിക്കുന്നത് അപ്പ പിന്നെ നമ്മളത് ഒതുക്കി കൊടുക്കുമല്ലോ. എന്തോ ചെയ്യും? അങ്ങനെ അച്ഛനും മൂട് മരിച്ചുപോയി. സൈക്കോളജിക്കായിരിക്കും. വയസ്സ് പറഞ്ഞിട്ടുണ്ട്. എന്താ? 12. അതിനൊരു കാര്യമുണ്ട്. ഈ അച്ഛന് ഇഷ്ടം എപ്പോഴും ആരോടാണ്? അപ്പന് ഇഷ്ടം എപ്പോഴും സ്വാഭാവികമായിട്ടും ആരോടാണ്? മോളോടാണ്. അപ്പൻ്റെ മുന്നാരോടാ? അമ്മയുടെ ആരാ? മോനാ. സമ്മതിച്ചേ. അപ്പൻ്റെ മുന്നാരും കൂടെ പോയി. ഇനി അപ്പൻ എന്തോ ചെയ്യും? തിരിച്ചു വരുമ്പോൾ അവൾ ഫോട്ടോയായിട്ടിരുന്ന. പക്ഷെ എൻ്റെ കർത്താവ് വന്നിട്ടൊരു കാര്യം ചെയ്തു കേട്ടോ, എല്ലാവരെയും പുറത്താക്കി. അതിനൊരു കാരണമുണ്ട്. നമ്മൾ
ഈ പെണ്ണി അത്ത് കിടക്കുന്ന ഫോട്ടോ എടുത്തിട്ടില്ല. ഫോട്ടോ എടുത്താൽ സോഷ്യൽ മീഡിയ ഇടത്തില്ല. ഇവിടെ കല്യാണം വരുമ്പം വീണ്ടും ഇടത്തില്ല. ഇടുമ്പം പറയാം ഞങ്ങൾ അസുഖം ഉണ്ടായിരുന്നു, അതാണ് അസുഖം ഉണ്ടായി ചത്തതാ, ഞങ്ങളുടെ അസുഖമാണ് പറയത്തില്ലേ. എൻ്റെ കർത്താവിന് നിർബന്ധ ബുദ്ധിയുണ്ട്. ഒരൊറ്റ പെൺകൊച്ചിൻ്റെ വാർത്ത ലോകം അറിയുന്നു. അപ്പനെക്കാട്ടിൽ ഇഷ്ടമുള്ളത് ദൈവത്തിന് താല്പര്യം. എല്ലാവരെയും പുറത്താക്കി ഒരൊറ്റ വാക്ക് പറഞ്ഞു, തലീത കൂമി ബാല എഴുന്നേൽക്കുക. യേശു ഇടപെടും. അപ്പൻ്റെ മോണപക്ഷത്തിൽ ഇടപെടും. അപ്പൻ്റെ മോണപക്ഷത്തിൽ ഇടപെടുന്ന ഒരു യേശുണ്ട്. ഇന്ന് രാത്രി മുഴങ്ങട്ടെ, കേരളം മുഴുവൻ മുഴങ്ങട്ടെ, സഭകളിൽ മുഴങ്ങട്ടെ, ദേശത്ത് മുഴങ്ങട്ടെ. ആ ശബ്ദം വീണ്ടും തലീത കുമ്മി. കരമുയർത്തി എല്ലാവരും പറഞ്ഞ് തലീത കുമ്മി ബാല എഴുന്നേൽക്കുക, തലീത കുമ്മി ബാല എഴുന്നേൽക്കുക, തലീത കുമ്മി ബാല എഴുന്നേൽക്കുക. വീണ്ടും ഒരു മകൻ വരികയാണ്. പോയി അമ്മ 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 വിധവയായിരുന്നു. എവിടുത്തെ വിധവയായിരുന്നു? സ്ഥലപ്പേര് എഴുതിയിട്ടുണ്ട്. എന്താ? നായി പട്ടണത്തിൽ. എന്നോട് ക്ഷമിക്കണം സഹോദരിമാർ, ഇലക്ഷൻ കഴിഞ്ഞു. കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലമുണ്ട് ആൻറ്റി? എത്ര മണ്ഡലമുണ്ട്? അല്ല വായിച്ച മോളെ ആരാണ്? വായിച്ച മോളാരാ? ആരോട് ചോദിച്ചാൽ ഞാൻ കേട്ടല്ലോ ഇവിടെ നമ്മൾ ചോദിക്കുന്നത്. എത്ര മണ്ഡലമുണ്ട്? 140. 10 മണ്ഡലത്തെ UDF LDF NDA സ്ഥാനാർത്ഥി 140 വേണേ പറയും. ചില ഒരു പണിയില്ല. രാത്രി മുഴുവൻ 24 കാണും, പിന്നെ അത് കാണും, പിന്നെ ന്യൂസ് 18 കാണും, പിന്നെ ശ്രീകണ്ഠനാരായൺ കാണും, പിന്നെ പുള്ളി ഉറങ്ങത്തേയില്ല. ഇത് രാവിലെ മുതൽ ഇരിപ്പായിരിക്കും. പക്ഷേ പുള്ളിക്കെല്ലാം അറിയാം. പക്ഷേ കൊച്ചേത് ക്ലാസ്സിലാണ് പഠിക്കുന്ന ചോദിച്ചാൽ പുള്ളി ഒന്നും അറിയാം. അച്ഛാ 8-ാം 9-ാം ചോദിച്ചാൽ അച്ഛൻ കൊച്ചിൻ്റെ കാര്യം അറിയത്തില്ല, നാട്ടുകാരുടെ കാര്യം അറിയാം. പക്ഷെ അമ്മയ്ക്ക് നാട്ടുകാരുടെ കാര്യം അറിയത്തില്ല, ആരുടെ കാര്യം അറിയാം. കൊച്ചു അമ്മയുടെ ലോകം ചെറുതാ. ആ ലോകത്തിൽ നിന്ന് ഒരാളെ അങ്ങ് പറിച്ചുകൊണ്ട് പോയി. അപ്പനാ വിധവയാ, ഇനി എങ്ങനെ ജീവിക്കും? ആ വിധവയുടെ ലോകത്ത് അമ്മയും മോനും തന്നെയുള്ളൂ. മോനും പോയ അമ്മ അടക്കാൻ പോവാ. എൻ്റെ സങ്കടം അതല്ല. ഈ മോനെ അടക്കിയിട്ട് അമ്മ എങ്ങനെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അവൻ കുതിച്ച് മേടിച്ചൊരു ബുള്ളറ്റ് ഒഴുകിയിട്ടുണ്ട്. അകത്തോട്ട് കയറിയപ്പോൾ അവന് ഇട്ടിട്ട് വന്ന ഷൂസ് അവിടെ ഇരിക്കുന്നു. അവൻ പന്ത് കളിക്കാൻ പോയിട്ട് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ചവണ്ട വേർത്ത ബെന്നിനവിടെ കിടന്നു. അമ്മ എങ്ങനെ സഹിക്കും? എൻ്റെ പ്രായത്തിലുള്ളൊരു മോൻ മരിച്ചു പോയപ്പം വർഷങ്ങൾ അവൻ ഫുട്ബോൾ കളിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് അവിടെ കഴുകാത്തിടണം. ആ ബെന്നിൻ മടക്കി തലവണക്കീഴിൽ വെച്ച് മണപ്പിക്കുക. അമ്മയുടെ മോൻ പോയാൽ ഇനി അമ്മ എങ്ങനെ വീട്ടിൽ വരും? പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം. അമ്മയുടെ മോൻ്റെ കാര്യത്തിൽ ഇടപെട്ട് പറഞ്ഞ് ബാല്യക്കാല എഴുതിയിരിക്കുക. ആ 2 പെങ്ങന്മാർ കാരിയിൽ അവർ പാവങ്ങളായി. ആരുടെ പേരെന്നാ? മറിയയും. അവരെ വീട്ടിൽ നിന്ന് യേശു പോയ വഴിക്ക് അധികാരത്തെ പോയപ്പോൾ അത്തിയിൽ എന്തെങ്കിലും കാണുമെന്ന് ഓർത്ത് വിശന്ന് നോക്കിയില്ലേ? ചെല്ല് പറയുന്നത് ആ വീട്ടിൽ പാവങ്ങളായിരുന്നു. വെളുപ്പിന് നല്ല കാശുള്ള വീട്ടിലായിരുന്നു. ഏത്തയ്ക്ക പുഴുങ്ങി മുട്ടയും പുഴുങ്ങി കൊടുക്കത്തില്ല. ഒന്നും ഇല്ലാത്തവരായതുകൊണ്ടാണ് ഒന്നും കിട്ടിക്കാണത്തില്ല. പാവം പിടിച്ച 2 പെങ്ങന്മാർ. അതുകൊണ്ടാണ് വെളുപ്പം കാലത്ത് പോയപ്പോൾ അത്തി വിശന്ന് നോക്കിയെന്ന് വ്യാഖ്യാനിക്കുന്നവരാണ്. ഒന്നുമില്ല, പാവങ്ങളാ. ഈ കൂടപ്പുറപ്പ് പോയാൽ എന്തോ ചെയ്യും? പക്ഷേ കൂടപ്പുറപ്പ് പോകുന്ന ഒരു സങ്കടം തന്നെ. കൂടപ്പുറപ്പ് പോയാൽ എന്തോ ചെയ്യും? എൻ്റെ കൂടപ്പുറപ്പ് മരിച്ചുപോയി. ഒറ്റ പെങ്ങളെ ഉണ്ടായിരുന്നു, പോയി. സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. ഒറ്റ കാര്യം കൊണ്ടാണ്. എല്ലാ അവധിക്കും അവധി എന്ന് കേട്ടാൽ അവൾ പിള്ളേരെയും കൊണ്ട് പോകും. പെങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകും, പ്രിയോമ്മി ഒന്ന് കൊണ്ടുപോകും. പക്ഷേ ഇന്ന് എൻ്റെ പിള്ളേർക്ക് പോകാൻ എൻ്റെ ഇടമില്ല. ഞാൻ കുടുംബങ്ങളൊക്കെയുള്ള ഭാഷ. പക്ഷേ എല്ലാ അവധി കിട്ടാൻ എൻ്റെ പിള്ളേരെ ആരും കൊണ്ടുപോകും. അവർ ബന്ധുവീടെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കയറാൻ എവിടെ ഉള്ളത്? അപ്പോൾ ഒരു കാര്യം ഓർക്കണം, കൂടപ്പുറപ്പ് പോയാൽ എന്തോ ചെയ്യും? പക്ഷേ ഈ പെങ്ങന്മാരുടെ കൂടപ്പുറപ്പിൻ്റെ കാര്യത്തിൽ ഇടപെട്ടൊരു യേശു. എനിക്കൊരു കർത്താവിനെ അറിയാം, ഇടപെടുന്ന യേശുവിനെ അറിയാം. ഈ രാത്രി ഈ ആവേശത്തോടെ പരിചയപ്പെടുത്തും. ഇടപെടുന്ന ഒരു യേശു വന്നിട്ടുണ്ട്. എന്തിനാ? നിങ്ങളുടെ വർഷത്തിൽ ഇടപെടാൻ വേണ്ടി. ഈ രാത്രി എനിക്കൊരു ഇടപെടൽ വേണം.